ഈശോ നമ്മെ ക്ഷണിക്കുന്നത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്നാമതായി അവൻ നമ്മോട് ആവശ്യപ്പെടുക തൻ്റെ അടുക്കൽ വരാൻ വേണ്ടിയാണ്. കുട്ടികളെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർ ആദ്യം ഓടിയെത്തുന്നത് അമ്മമാരുടെ അടുക്കലാണ്. കാരണം ഓടിയെത്തുന്ന കുഞ്ഞിനറിയാം അവന് ആശ്വാസം നൽകാൻ കഴിയുന്ന ഇടം അമ്മയുടെ ചാരയാണെന്ന്. ഈശോ നമ്മോടും അതേ കാര്യം ആവശ്യപ്പെടുകയാണ്. നീ എൻ്റെ അടുത്തേക്ക് വരിക, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം, നീ എൻ്റേതാണ്. നിന്റെ സങ്കടങ്ങൾ എന്നോട് പറയുക, ഞാനില്ലേ നിന്റെ കൂടെ. എപ്പോഴും കൂടെയുണ്ട് എന്ന വാഗ്ദാനം ഈശോ നമുക്ക് തരികയാണ്. അബ്രാഹത്തിന് ദൈവവുമായുള്ള ബന്ധം ഒരു ചങ്ങാതിയോടുള്ളതുപോലെയായിരുന്നു. മോശയ്ക്കുള്ളതും ഇതേ ബന്ധം തന്നെയായിരുന്നു. രണ്ടാമതായി നമ്മൾ പഠിക്കേണ്ടത് അവനിൽ നിന്ന് പഠിക്കാനാണ്. എന്താണ് അവനിൽ നിന്ന് പഠിക്കേണ്ടത്? അമേരിക്കയിലെ ഏറ്റവും വലിയ ഹൃദയമാറ്റ ശസ്ത്രക്രിയ വിദഗ്ധനായ ഡോക്ടർ മൈക്കലിനോട് വിൻഡ എന്ന പെൺകുട്ടി എഴുതി ചോദിച്ചു, ഒരു പ്ലാസ്റ്റിക് ഹൃദയത്തിൽ സ്നേഹമുണ്ടോ എന്ന്. മൈക്കൽ ഉത്തരം നൽകി, ഉണ്ട് എന്ന്. ഒത്തിരി പേരുടെ സ്നേഹം, മറ്റുള്ളവരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരുടെ, അവർ മരിക്കാതിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ സ്നേഹം. അതാണ് ആ സ്നേഹം ഉണ്ടാകാൻ പ്രേരണയായത്. കൈവെള്ളയിൽ അപ്പമായി കടന്നു വരുന്നത് ആ ഹൃദയം തന്നെയാണ്. ഓരോ വിശുദ്ധ കുർബാനയിലും യേശു നമ്മെ അവസാനം വരെ സ്നേഹിക്കാൻ പഠിപ്പിക്കുകയാണ്. ദൈവം സ്നേഹമാണ്. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല.